ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥർ വോട്ട് രേഖപ്പെടുത്തി. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ ഫെസിലിറ്റേഷൻ സെന്ററിലാണ് ഉദ്യോഗസ്ഥർ തപാൽ വോട്ട് ചെയ്തത്. ഏപ്രിൽ 20 വരെ ഉദ്യോഗസ്ഥർക്ക് ഫെസിലിറ്റേഷൻ സെന്റർ വഴി തപാൽ വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥർക്ക് തപാൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ബന്ധപ്പെട്ട പരിശീലന കേന്ദ്രങ്ങളിൽ ഫെസിലിറ്റേഷൻ സെന്ററുകൾ സജ്ജമായത്. ശ്രീനിരാണ്ട ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ വെച്ചാണ് പോളിംഗ് ഡ്യൂട്ടിക്കുള്ള പരിശീലന പരിപാടി നടന്നു വരുന്നത്. ഈ കേന്ദ്രത്തിൽ തന്നെ പട്ടാമ്പി കോളേജിൽ വെച്ച് തന്നെ വോട്ടർ ഫെസിലിറ്റേഷൻ സെന്റർ പട്ടാമ്പി മണ്ഡലത്തിൽ ഡ്യൂട്ടിയുള്ളവർക്ക് അതുപോലെ തന്നെ തൃത്താല മണ്ഡലത്തിൽ ഡ്യൂട്ടിയുള്ളവർക്കും വെവ്വേറെ വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ഇന്ന് നാളെ മറ്റന്നാണ് 18, 19, 20 തീയതികളിലായി ഇവിടെ പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ള പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലാണ് വോട്ടർ ഫെസിലിറ്റേഷൻ സെന്റർ ഒരുക്കിയത്. 18, 19, 20 തീയതികളിലായി ഉദ്യോഗസ്ഥർക്ക് ഫെസിലിറ്റേഷൻ സെന്ററിൽ തപാൽ വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു. ഒരു പരിശീലന കേന്ദ്രത്തിൽ 2 വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പരിശീലനത്തിന് ശേഷമാണ് വോട്ട് ചെയ്യാനുള്ള അവസരമുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഫെസിലിറ്റേഷൻ സെന്ററിലൂടെയുള്ള വോട്ട് രേഖപ്പെടുത്തൽ. NCV ന്യൂസ് തൃത്താല. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.